പാമ്പ് ഇണചേരുന്നത് കണ്ട് നമ്മളതിനെ ശല്യപ്പെടുത്തണമെങ്കിൽ നമുക്ക് കല്യാണം നടക്കൂലെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുള്ളതാണ്. പൊതുവേ നമ്മൾ പാമ്പിന്റെ ഇണചേരലെന്ന് ധരിക്കുന്നത് രണ്ട് പാമ്പുകൾ തമ്മിൽ ഇങ്ങനെ ചുറ്റിപ്പിണഞ്ഞ് അങ്ങനെ നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. അപ്പൊ അതിന്റെ അടുത്തേക്ക് പോയി അതിനെ ഡിസ്റ്റർബ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വിവാഹം മുടങ്ങുമെന്നോ താമസിക്കുമെന്നോ ഒക്കെ ഒരു വിശ്വാസമുണ്ട്. ആക്ച്വലി അത് പാമ്പിന്റെ ഇണചേരൽ അല്ല എന്നുള്ളതാണ് സത്യം. ഇണചേരൽ എന്ന് പറയുന്നത് പാമ്പിങ്ങനെ ഒരു നമുക്ക് മനുഷ്യർക്കൊക്കെ കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ തുറസായ ഒരു സ്ഥലത്തായിരിക്കില്ല അത് ചെയ്യുന്നത്. നമ്മൾ ഈ സാധാരണ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇണചേരലിന് മുന്നോടിയായിട്ട് ഇണചേരൽ അവകാശത്തിന് വേണ്ടി ആൺപാമ്പുകൾ തമ്മിലുള്ള ഒരു മത്സരത്തിൽ ഏർപ്പെടും. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ആൺപാമ്പുകളാണ് നമ്മളങ്ങനെ കാണുന്നത്. ആൺപാമ്പുകൾ തമ്മിൽ ചുറ്റിപ്പിണഞ്ഞിട്ട് അതിൽ ഒരാൾ മറ്റൊരാളിന്റെ തല താഴ്ത്തിപ്പിടിക്കുന്നു, മറ്റേയാള് സ്വന്തം തല ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്നു. അതിൽ വിജയിയാകുന്ന ആളാണ് പെൺപാമ്പുമായിട്ട് ഇണചേരാൻ സാധിക്കുന്നത്. പെൺപാമ്പ് ഇവരാണ് ജയിച്ചു വന്നോന്നുള്ളത്. അതായത് ഈ തോൽക്കുന്ന ആള് ടെറിട്ടറി വിട്ട് സ്വമേധയെ അവിടെ നിന്ന് മാറി പോവുകയാണ് ചെയ്യുന്നത്. വിജയിക്കാണ് പെൺപാമ്പിന്റെ അടുത്തേക്ക് പോകാൻ സാധിക്കുന്നത്.